धन्य हो जाए। ഒരിക്കൽ കൂടെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ തിരുവഴുത്തുമായി ആയിരിക്കാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. और एक भोर की समय ये धर्मशास्त्र हाथ में लेकर ये प्लेटफॉर्म में आने के लिए प्रभु ने अवसर दिया। इसी कारण मैं मसीह को धन्यवाद देता हूँ। കർത്താവിന്റെ വചനത്തിൽ നിന്ന് ചില ചിന്തകൾ നിങ്ങളുമായി ഒരുമിച്ച് പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവ് ശരണപ്പെടുകയാണ്. परमेश्वर की वचन में से चंद बात आपकी ओर रखने के लिए मैं चाहता हूँ। കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 36-37 വാക്യങ്ങൾ. पहले कोरिन्थियों की पत्री 15वां अध्याय 35वां पद से लेकर हम मनन करें। കൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണി അത്രേ വിതയ്ക്കുന്നത്. वहां पर मूर्ख शब्द दिया है, जो मूर्ख को, और परमेश्वर ने यही बात दी। और तूने बोया जाता है 35वां, अब कोई यह कहेगा मुर्दो किस रीति से जीव उठते हैं और कैसे देह के साथ आते हैं। हे निर्बुद्धि, जो कुछ तू बोता है जब तब वह ना मरे जिलाया नहीं जाता, और जो तू बोता है यह वह देह नहीं जो उत्पन्न होने वाली है, परंतु गिर दिया है। ഈ അനുഗ്രഹിക്കപ്പെട്ട വചനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. अनुग्रहित वचन के लिए परमेश्वर को मैं धन्यवाद देता हूँ। മൂഢ എന്ന വിളിയാണ് ആദ്യം പൗലോസ് വിളിക്കുന്നത്. ये प्रेरित पौलुस ने ये वचन दिया है, उनको निर्बुद्धियो ये नाम दिया गया है। മൂഢന്റെ അനുഭവം ദൈവവചനത്തിൽ പറയുന്നത് ദൈവം ഇല്ല എന്നാണ് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നത്. निर्बुद्धियों के बारे में बाइबल ये वचन दिया है, और इसका और मसीह के वचन लिखते रहते हैं, उनका मूर्ख नाम दिया गया है। ദൈവത്തിന്റെ വചനത്തിൽ നാം കാണുന്നത് കർത്താവായ യേശുക്രിസ്തു പറയുന്നു, മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകുമെന്നാണ്. मसीह के समय में मसीह ने यह वचन दी। एक व्यक्ति को, इसके मतलब भाईचारों में रहने वालों को, एक व्यक्ति को मूर्ख नाम दिया गया तो आग की झील में डाला दिया जाएगा। നമ്മളൊക്കെ അതിനേക്കാൾ കട്ടി കൂടിയ ഭാഷയൊക്കെ ഉപയോഗിക്കുന്നവരാ. हम हमारे जीवन में उससे भी बढ़कर बड़ा, इसका अर्थ गाली की नाई देने वाले हैं। നമ്മൾ എവിടെ പോയി വീഴുമെന്നുള്ള കാര്യത്തിലാണ് എനിക്കിപ്പോ ചിന്ത. परमेश्वर के दास की कल्पना यही है, ऐसे कहने वालों कहाँ जाकर गिरेंगे, ये सोच विचार है। ആ ഭാഗം ഞാൻ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇവിടെ വിതയ്ക്കുന്നതിനെ കുറിച്ച് പറയുകയാണ് പൗലോസ്. और वो निर्बुद्धियों के बारे में बताया, वहां पर मैं वो बात समाप्त करता हूं। लेकिन पौलुस ने बीज बोने वाले के बारे में कहला जाता है। വിത്ത് വിതയ്ക്കുന്നതിനെ കുറിച്ച് കർത്താവ് യേശുക്രിസ്തു പറയുമ്പോൾ വിതയ്ക്കുന്ന വിത്ത് വചനമാകുന്നു എന്ന് പറയും. मसीह ने संसार में था, उसी समय में बीज बोने वाले वो वचन की घोषणा के बारे में वहां पर दिया गया है। ലൂക്കോസ് 8:11 പറയുന്നത്, ഉപമയുടെ പൊരുളോ വിത്ത് ദൈവത്തിന്റെ വചനം. वो लूका का सुसमाचार 8वां अध्याय में ये वचन दिया है, ये बीज वचन की घोषणा के बारे में बताया गया है। എന്താണ് വചനം? യേശുക്രിസ്തുവാണ് വചനം. और यहाँ पर दिया है मसीह ही है वचन। യോഹന്നാൻ 1:1 മുതൽ വായിക്കുമ്പോൾ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു.
यूहन्ना के सुसमाचार प्रथम अध्याय पहले पद से लेकर हम पाया जाता है ये वचन मसीह ही है। 1:12 വായിക്കുമ്പോൾ പറയുന്നു, വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞനായി നമ്മുടെ ഇടയിൽ പാർത്തു. यूहन्ना के सुसमाचार पहले अध्याय 8वां पद में लियो, वचन देहधारी हुई हमारा बीच में रहने थी। അപ്പോ എന്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് നൽകിയ ഒന്നാമത്തെ ചിന്ത, യേശു ക്രിസ്തുവാകുന്ന വിത്താണ് ഭൂമിയിൽ ആദ്യം വിതയ്ക്കപ്പെട്ട വിത്ത്. और परमेश्वर के दास के मन में ये वचन लगा है, पृथ्वी की नींव डाला, पृथ्वी की उत्पत्ति के पहले यीशु मसीह वो वचन हमारे हृदय में बोया गया है। ആ വിതയ്ക്കപ്പെട്ട വിത്ത് ചത്തത് കൊണ്ട് അധികം ഫലം കായ്പാനിടയായി. जो बोया हुआ वचन शक्ति सामर्थ्य के साथ उगने पाया, ഇന്നും അതേ ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. आज भी हम देखेगा वो वचन बढ़ते रहते हैं, फूलते रहते हैं। ആ വാക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ചാണെങ്കിൽ മറ്റൊരു ഭാഗം പൗലോസ് പറയുമ്പോൾ നമ്മെ കുറിച്ച് പറയുന്നതായിട്ട് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. यीशु मसीह ने यीशु के बारे में ये वचन, ये बीज के बारे में बताया गया, तो प्रेरित पौलुस ने हमारे बारे में, हमारा शरीर के बारे में बताया गया है। ഒരിക്കലെഴുതിയ 1-ാം ലേഖനം തന്നെ അതിന്റെ 3-ാം അധ്യായം പഠിക്കുമ്പോൾ 9-ാം വാക്യത്തിൽ പറയുന്നു, ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി. और प्रेरित पौलुस ने पहले कोरिन्थियों के पत्र 3 अध्याय वहां पर दिया है, और क्योंकि हम परमेश्वर के सगवा कर्म है, तुम परमेश्वर की खेती और परमेश्वर की रचना हो। നാം ദൈവത്തിന്റെ കൃഷിയാണ്, हम परमेश्वर की खेत है। നമ്മയാണ് ഈ ലോകത്തിൽ വിതച്ചിരിക്കുന്നത്. हमें बोने के लिए प्रभु ने अनुमति दी है। നമ്മൾ ഫലം കായ്ക്കുന്നവരായി മാറാനാണ് വിതയ്ക്കപ്പെട്ടത്. ये बीज हमें नमूना की न्याय बताया, हमें बोया जाता है, हम फल लाना चाहिए। വിതയ്ക്കപ്പെട്ട നാം മരിക്കുന്നെങ്കിൽ മാത്രമേ, ചത്തെങ്കിൽ മാത്രമേ ഫലം വെളിപ്പെടത്തുള്ളൂ. हमें ये बीज भूमि पर गिरा, वो बीज मर जाएगा तो फल लाएंगे। വിത്ത് വിതയ്ക്കുമ്പോൾ അല്ലെങ്കിൽ കുഴിച്ചിടുമ്പോൾ മണ്ണിൽ അത് എത്ര നാൾ കിടക്കുമെന്നറിയില്ല. ये बीज मिट्टी का अंदर डाला गया तो जितना दिन तक भूमि मिट्टी के अंदर रहेगा नहीं रहेगा, इसके बारे में कोई पूछताछ नहीं होता है। ഈ ഭൂമിയിൽ വിതയ്ക്കപ്പെട്ട അല്ലെങ്കിൽ ആക്കപ്പെട്ട നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ വിതച്ച യജമാനൻ ആഗ്രഹിക്കുന്നത് ഫലം ഉള്ളവരായി മാറണമെന്നാണ്. प्यारो ये बात है, हमें बीज की नाई भूमि पर गिरा गया तो मसीह चाहते हैं जितना तक हम फल ला सकते हैं, फैलते हैं, ये इसका बारे में जानकारी है। നമുക്കറിയാം, നാം ഒരു വിത്ത്, ഏതെങ്കിലും ഒരു വൃക്ഷത്തിന്റെ ചെടിയുടെ വിത്ത് വിതയ്ക്കുമ്പോൾ ഒരു മണിയാണ് വിതയ്ക്കുന്നത്. हमको जानकारी है, बीज बोया जाते हैं तब एक एक बीज भूमि में गिर जाते हैं। ആ വിതയ്ക്കപ്പെടുന്ന ആ മണി എത്ര നാൾ ഭൂമിയിൽ കിടക്കുമെന്നറിയില്ല. वो बीज जितना दिन तक भूमि में रहेगा है नहीं, हमको इसका बारे में जानकारी नहीं है। പുറം ലോകം കാണാതെ, ബന്ധങ്ങളൊന്നുമില്ലാതെ ആ വിതയ്ക്കപ്പെട്ട വിത്ത് മണ്ണിനടിയിൽ കിടക്കുകയാണ്. और सांसारिक रीति पर
बाहरी लोग कोई किसी ने वो बीज देखता नहीं है, बीज को अपने आप को मालूम है। जितने लोग मुझे देखते हैं नहीं है इसके बारे में। ആ മണ്ണിനടിയിൽ കിടക്കുമ്പോൾ ആ വിത്ത് മരണവായുവാണ് വലിക്കുന്നത്. ये बीज मिट्टी का अंदर मिल गया, जो मृत्यु की श्वास उच्छ्वास करते हैं। എന്നാൽ ആ വിത്തിന് ഒരു കാര്യം അറിയാം, ഞാൻ ഇവിടെ കിടന്ന മരണ വായു ആണ് വഹിക്കുന്നതെങ്കിലും ജീവന്റെ സ്പന്ദനം അത് എന്റെ അകത്തു നിന്ന് പുറത്തു വരും എന്ന് വിത്തിന് നല്ല ബോധ്യമുണ്ട്. ये बीज ये सोच समझ लेते हैं मिट्टी में मिल गया, लेकिन उसका एक चिंता है, वो मृत्यु की श्वास उच्छ्वास करते हैं, एक दिन पूरे फले फल लाए। ഒരു ദൂത് ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പറയാം, നിങ്ങളെ ഭൂമിയിലാക്കി വച്ചിരിക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥകൾ ഈ വിത്തിനെ പോലെ ആയെന്ന് വരാം. ये सुबह की संदेश एक भविष्यवाणी की नहीं देता हूं, हमें भूमि में रहने दिया है रखता है। ये बीज की नाई उगने के लिए है। ഈ പ്രഭാതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. आज के दिनों में हम कितने रोनाहट पीड़ित और दुखी खेदित होते हैं। आशा भरी रहे, हम एक दिन ये सारे कष्ट शोक से हम बाहर आ जाएंगे। ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കഷ്ടം ഉണ്ട് എന്നാണ് യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. यीशु मसीह ने ये बात चेतावनी दी, हम भूमि पर रहते हैं, अनेक प्रकार की कष्ट शोक भोगते हैं। ഈ ഭൂമിയിൽ നാം അനുഭവിക്കുന്ന കഷ്ടങ്ങൾ തീരും, നമുക്കൊരു പുതിയ ജീവൻ സ്വർഗം നൽകും തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ये भूमि में हम रहते हैं, कष्ट शोक भोग उठते हैं, लेकिन हमारा हृदय में एक आशा है, हमारा मसीह की आगमन में ये सारे कष्ट शोक से बचाने की एक समय हमारे लिए काफी है। വിതയ്ക്കപ്പെടുന്ന വിത്തിന്റെ ചരിത്രം വിതയ്ക്കപ്പെടുമ്പോൾ അവസാനിക്കുന്നു എങ്കിലും അത് ഒരു പുതിയ തുടക്കമാണ് അവിടെ പിന്നത്തേതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. बीज बोने का समय बीज एक दाना है, लेकिन उगते हैं, फल लाते हैं और फल देने के लिए एक शुरुआत की हाल है। ഈ മണ്ണിനടിയിൽ കിടക്കുന്ന വിത്ത് അവിടെ കിടന്ന് അതേ ശ്വാസത്തിനായി ജീവനായി അല്ലെങ്കിൽ ജീവൻ മരണ പോരാട്ടം അനുഭവിക്കുമ്പോൾ ये मिट्टी का अंदर ये बीज है और श्वास उच्छ्वास के लिए मृत्यु तक उन्होंने ये सहज लेते हैं। പിന്നത്തെ അതിൽ ആ മണ്ണിനെ അതേ അകറ്റിക്കൊണ്ട് മണ്ണിനെ ചിതറിച്ചുകൊണ്ട് ഒരു പുതിയ മുള പൊട്ടി പുറപ്പെടുവാനിടയായിത്തീരും. एक दिन पानी की सुगंध अपनाता है, उग जाते हैं, ये मिट्टी खोचीद कर ये बीज उगते हैं, बाहर आ जाते हैं। ഇതുപോലെ നാമും ഈ ലോകത്തിൽ വിതയ്ക്കപ്പെട്ട അല്ലെങ്കിൽ ആക്കി വച്ചിരിക്കുന്ന നമ്മെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനത്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതെല്ലാം അതിജീവിച്ച് പുറത്തു വരുന്ന ഒരു സുദിനം മുൻപിൽ കാണുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. और हमारा जिंदगी में जो कुछ कष्ट शोक भोगते हैं, उसी समय में कितने हम सहज लेते हैं। प्यारो मान ले, एक दिन ये भूमि से उगते हैं इसी नहीं, हम बाहर आने का समय हमारे लिए निकट है।
വിതയ്ക്കപ്പെട്ടത് ചത്തേ എങ്കിൽ മാത്രമേ ഒരു പുതിയത് വെളിപ്പെടത്തുള്ളൂ. बोया हुआ बीज मरने देगा तो एक नया सृष्टि बन जाते हैं. കർത്താവായ യേശു ക്രിസ്തുവും പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ, यूहन्ना की सुसमाचार 12वां अध्याय 24वां पद में इसी प्रकार लिखा है, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പുമണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ मैं तुमसे सच सच कहता हूं कि जब तक गेहूं का दाना भूमि में पड़कर मर नहीं जाता वह अकेला रहता है, परंतु जब मर जाता है तो बहुत फल लाता है. യേശു ക്രിസ്തു സ്വന്തം അനുഭവത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഗോതമ്പുമണിയായ ഞാൻ നിലത്തു വീണ് ചത്തെങ്കിൽ മാത്രമേ വളരെ വിളവുണ്ടാകത്തുള്ളൂ. मसीह ने स्वयं अपने आप के बारे में और चेतावनी दी, मैं गेहूं की दाना हूं, मैं भूमि में गिरेंगे, जो मरेगा तो बगदायत फल आगे ला सकते हैं. നമ്മൾ അതുപോലെ ദൈവം നമ്മളെ ഈ ഭൂമിയിൽ ആക്കി വെച്ചതാണ്. എന്തിന്? ജീവിക്കാനല്ല, കർത്താവിന് വേണ്ടി മരിക്കാൻ. यीशु मसीह की लाई हमें पृथ्वी पर रखा है, जो जीने के लिए नहीं, मसीह के लिए मरने के लिए बुलाहट मसीह हमें दी है. നാം എന്തിലൊക്കെയാ മരിക്കേണ്ടത്? ജഡത്തിലുള്ള മരണത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. जिन जिन बात के लिए मृत्यु पाना, शारीरिक मृत्यु के बारे में यहाँ पर नहीं कहा जाता है. ശാരീരികമായി നമ്മൾ എല്ലാവരും മരിക്കും, അത് എപ്പോഴാണെന്നറിയത്തില്ല. എന്നാൽ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മളിൽ ചിലത് മരിക്കേണ്ടതുണ്ട്. ये वचन में कहलाता है हम शरीर में रहते हैं, शारीरिक तौर पर की मृत्यु के बारे में नहीं, लेकिन शरीर में रहने के समय आत्मिक तौर पर हम मरे जाए, मसीह ने हमें जिया देते हैं, हमारे में फल ला सकते हैं. കൊലോസ്യലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ, कुलैसियों के पत्र 2 अध्याय 20वां पद में हम पाया जाता है, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ, मसीह का साथ मृत्यु पाया. और 2 എത്ര എന്നാ പറഞ്ഞ 20-ാം വാക്യം, 2 अध्याय 20वां पद में, जबकि तुम मसीह के साथ संसार की आदि शिक्षा की ओर से मर गए हो, तो फिर क्यों उसने समान जो संसार के हैं जीवन बीते हो. ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചാൽ പിന്നെ അത് ലോകത്തിൽ അത് ജീവിക്കുന്നത് മുൻപിലെ ജീവിച്ചതുപോലെ എങ്ങനെ ജീവിക്കും? संसार की आदि शिक्षा की ओर से मर गए हो, तो फिर क्यों उनके समान जो संसार के हैं. ഒരു ദൂത പറയുവാൻ കർത്താവിനോട് പറയുന്നുണ്ട്. വ്യക്തമായി ഞാൻ പറയാം, ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ ജീവിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്. നാം ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചവരാണെങ്കിൽ ലോകക്കാരെ പോലെ ഇനിയും ജീവിക്കരുത്. परमेश्वर की भविष्यवाणी ये वचन में आपकी ओर पहुंच देते हैं. हम जीता और सांसारिक की अधिकार की आधार पर जीने के लिए है नहीं, परंतु वो फिर क्यों उसने समान जो संसार के है जीवन बिताते हो.
നമ്മളെ ലോകക്കാരെ പോലെ ജീവിക്കാനല്ല ദൈവമാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ അതേ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചവരാണ്. हमें जीने देते हैं सांसारिक रोग, इसकी अर्थ शारीरिक अभिलाषाओं में जाने वाले की नहीं, जीने के लिए नहीं। वहां पर दिया है आदि शिक्षा की ओर से मर गए हो, ऐसे होने वाले होना चाहिए। ഇന്ന് പല സഭകളിലും നോക്കുമ്പോൾ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചിട്ടുണ്ടോ എന്ന സംശയമാണ്. अनेक कलीसिया के बारे में हम देखेगा तो आदि शिक्षा की ओर मर गया है नहीं है, सोच विचार करते हैं। കാരണം അത് പലരെയും നോക്കുമ്പോൾ കാണുന്നത് ലോകത്തിൽ മറ്റുള്ളവരെ പോലെ ജീവിക്കുന്നതായിട്ടാണ്. अनेक विश्वासी गणों को हम देखते हैं सांसारिक जड़ अभिलाषाओं में जीवन बिताने वालों की नहीं है विश्वासी गण। ഒന്ന് ലോകത്തിന്റെ ആദ്യ പാഠം സംബന്ധിച്ച് മരിക്കണം. प्रथम बात यही है, और संसार की आदि शिक्षा की वो उसमें से मरना चाहिए। രണ്ട് പാപം സംബന്ധിച്ച് മരിക്കണം. दूसरा है पाप अपराधों के कारण से मरना चाहिए। റോമർക്കെഴുതിയ ലേഖനം 6:2 വായിക്കുമ്പോൾ रोमियो के पत्र 6 अध्याय की 8वां पद हम पढ़ते हैं तो പാപം സംബന്ധിച്ച് മരിച്ചവരായ നാം ഇനിയും അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ഒരു ചോദ്യമാണ്. यहाँ पर 6वें अध्याय की 8वां पद में ये दिया है, इसलिए यदि हम मसीह के साथ मर गए तो हमारा विश्वास यह है कि उसके साथ जिएंगे। പാപം സംബന്ധിച്ച് മരിച്ച നാം നീതിക്ക് ജീവിക്കണമെന്നാ വചനം പറയുന്നത്. वचन चेतावनी देता है पाप अपराध के कारण हम मर चुके हैं तो धार्मिकता के लिए जी उठना चाहिए। നമ്മെ അതേ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നത് പാപം സംബന്ധിച്ച് മരിച്ചിട്ട് യേശു ക്രിസ്തുവിനോട് കൂടെ ജീവിക്കാനാണ്. हमें भूमि में परमेश्वर ने बचा लिया जाता है, पाप की अपराध से हम मरना, आत्मा की जागृत से जी उठना इसी के लिए रखा है। 6-8 വാക്യം വായിക്കുമ്പോൾ 6 अध्याय रोमियो की पत्र 6 अध्याय की 8वां पद में നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചു എങ്കിൽ ക്രിസ്തുവിനോട് കൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. इसलिए यदि हम मसीह के साथ मर गया तो हमारा विश्वास यह है कि उसके साथ जिएंगे। നമ്മൾ എത്ര പേർ യേശു ക്രിസ്തുവിനോട് കൂടെ മരിച്ചു എന്ന് ഉറപ്പുള്ളവരുണ്ട്? ये प्लाटो में जितने लोग हैं एक निर्णय है, जितने लोग मसीह में मरा है जी उठा लोग है। അങ്ങനെ പഴയ മനുഷ്യനെ മരിപ്പിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. परमेश्वर के पवित्र लोगों के बारे में मैं धन्यवाद देता हूं। यही बात है, पुरखाओं पुराना शरीर को मरने देते हैं, आत्मिक तौर पर आत्मा से जी उठे हुए लोगों के लिए मैं मसीह को धन्यवाद देता हूं। പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ प्रेरित पत्रोस ने पहले अध्याय पहले पद की 8वां पद में लिखा गया है, 1 പത്രോസ് 2:24 पहले पत्रोस दूसरे की 24वां पद, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. हमारे वहां मर दिया है
वह आप ही हमारे पापों के अपने देह पर लिए हुए क्रूस पर चढ़ गया, जिससे हम पापों के लिए मरकर धार्मिकता के लिए जीवन बिताए। उसी के मार खाने से तुम्हें चंगे हो गई। പാപ ശരീരം മരിക്കേണ്ടതിന് കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ കയറി എന്നാണ് എഴുതിയിരിക്കുന്നത്. पाप की ये शरीर मरने के लिए, पाप की बदले हमें जीने देने के लिए हमारे लिए मसीह ने क्रूस पर चढ़ाया है। അപ്പോൾ പാപം സംബന്ധിച്ച് നമ്മൾ മരിച്ചാൽ ഇനിയും പഴയതുപോലല്ല ജീവിക്കുന്നത്, നീതിക്ക് ജീവിക്കണം. पाप की अपने देह पर लिए हुए क्रूस पर चढ़ाया गया, धार्मिकता के लिए जी उड़ना। അതുകൊണ്ടാണ് റോമർ 2 നമ്മൾ വായിച്ചത്, പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനിയും പഴയതിൽ പാപത്തിൽ ജീവിക്കുന്നത് എങ്ങനെ? इसलिए रोमियों के पत्र में दूसरा पद में कदापि नहीं, हम आप पाप के लिए मर गया तो फिर आगे को उसमें कैसे जीवित बिताए। ദൈവവചനം വ്യക്തമായി പറയുന്നു, നമ്മുടെ ശരീരം മരിക്കണം, നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ മരിപ്പിക്കണം. परमेश्वर की वचन स्पष्ट रीति पर चेतावनी दिया है, हमारा ये मनुष्यत्व, ये हमारा पाप अपराध में रहते हैं, ये शरीर को मरने देना। കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ, कुलैसियों की पत्री 3रा अध्याय 5वां पद में ये दिया है, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. और यहां पर दिया है शरीर की अभिलाष, कुकर्म, सारे चीज वस्तुओं को हम मरने देना हमारा आवश्यकता है। അങ്ങനെ നമ്മുടെ അവയവങ്ങൾ മരിച്ചെങ്കിലേ അധികം ഫലം കായ്ക്കുകയുള്ളൂ. हमारा शरीर की अंग मरने देगा तो स्वर्गीय आत्मा हमारे में काम किया करेगा। അങ്ങനെ മരിപ്പിച്ചില്ലെങ്കിൽ 6-ാം വാക്യം വരെ പറയുന്നത്, ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. 6वें पद में, जैसे तुमने मसीह यीशु के प्रभु करके ग्रहण कर लिया है, वैसा ही उसी के चलते रहो। ഓർപ്പിച്ചു വന്നത് നമ്മൾ മരിക്കണം. याद दिलाता है, स्मरण देता है, हम अपने आप को मृत्यु पाना। കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ, कुरिन्थियों की पत्री दूसरा अध्याय 5वां पद में दिया है, 5-15 5वां अध्याय की 15वां पद, എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്കു വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് കർത്താവ് എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും നാം നിർണയിച്ചിരിക്കുന്നു. दूसरा कोरिन्थियों 5वां अध्याय 15वां पद में दिया, और वह इस निमित्त सबके लिए मारा कि जो जीवित है वे आगे को अपने लिए ना जिए, परंतु उसके लिए जो उसके लिए मरा और फिर जी उठा। എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി ഇതുവരെ ജീവിച്ചതുപോലെ ആകരുത്. ये परंतु उसके लिए जो उनके लिए मरा और फिर उठा है।
അതേ നമ്മള് അതേ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. हम शारीरिक रीति पर जीते हैं, ये शरीर के जीने के बारे में मैं आपको कहा देता है. എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്ക് വേണ്ടി ജീവിക്കരുതെന്നും हम और वह निमित्त सबके लिए हमारा कि जो जीवित है वे आगे को अपने लिए ना जिए परंतु उनके लिए जीना चाहिए. നാം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നാം നമുക്ക് വേണ്ടി ജീവിച്ചു. मसीह को पाने मसीह के पाने के लिए पगले जीव मन भराने की पगले अपने आप के लिए हम जिया था. यीशु को ग्रहण करने की बात में अपने लिए नहीं मसीह के लिए जीना हमारा कर्तव्य है. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് നമുക്ക് വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ ഇനി നമ്മൾ നമുക്കായിട്ടല്ല നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിനായി തന്നെ ജീവിക്കണം. हम ये चेतावनी देता हूं, हम मन भराया यीशु को अपनाया ग्रहण किया तो हमारे लिए नहीं हमारे लिए जिया जन्म लिया और सेवकाई किया मृत्यु पाया जीव उठा वो मसीह के लिए हम जीना जरूरत है. നാം സ്വയം നമ്മളെ തന്നെ പരിശോധിക്കുക. ഞാൻ എനിക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത് അതോ കർത്താവിന് വേണ്ടിയാണോ? अपने आप को स्वयं अपने आप को जांच ले. हमारे लिए हम जीते हैं, हमारे लिए मारा हुआ मृत्यु पाया हुआ मसीह के लिए जीते हैं. പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു മരിക്കുന്നത് ലാഭവുമാണ്. प्रेरित पौलुस ने वचन दिया, मैं शरीर में जीवन रहता है तो हम मसीह के लिए जिएगा, मृत्यु पाएगा तो वो मसीह की नाम है. ജീവിക്കുന്നത് ഇനി ഞാൻ കർത്താവിന് വേണ്ടിയാണ് എന്നാ പൗലോസ് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. प्रेरित पौलुस ने यह वचन देते हैं, मैं जीवित रहेगा तो हमारा मसीह के लिए जिएगा. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജഡമനുഷ്യൻ മരിച്ചെങ്കിൽ ഇനി നമ്മൾ നമുക്ക് വേണ്ടിയല്ല നമുക്ക് വേണ്ടി മരിച്ച കർത്താവിന് വേണ്ടി ജീവിക്കണം. सुबह के वक्त में वचन देता हूं, हमारा शरीर में जीवन रहता है तो हमारे लिए मारा हुआ गाड़ा गया जीव उठा हमारे लिए जीते वो मसीह के लिए हम जिए. നമ്മെ കുറിച്ച് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്. हमारे बारे में आग्रह रखते हैं स्वर्ग में मसीह. നാം ഈ ഭൂമിയിൽ ദൈവത്താൽ വിതയ്ക്കപ്പെട്ട വിത്തുകളാണ് നാം ഓരോരുത്തരും. प्रत्येक रीति पर चुना हुआ पवित्र लोग भूमि में गिरा हुआ बीज की राई है. ഈ ഭൂമിയിൽ വിതയ്ക്കപ്പെട്ട നാം ഇവിടെ മരിക്കണം. അത് ജഡത്തിലുള്ള മരണമല്ല. ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട്, നമ്മൾ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ അതേ ജഡ ശരീരം മരിക്കണം. हमें भूमि में गिरा हुआ एक बीज की नाई होवे तो हम शारीरिक मृत्यु के बारे में नहीं और मसीह के नाम में आत्मिक तौर पर हमारा शरीर की अभिलाषाओं को दबनाकर मसीह के लिए जीने के लिए प्रभु की बुलाहट है. ഞാന് കഴിഞ്ഞ ദിവസം എന്റെ സഭയിൽ പ്രസംഗിച്ചപ്പോ പറയാനിടയായി, ശരിക്കും നമ്മളൊക്കെ മരിച്ചിരുന്നെങ്കിൽ, ഏതാ ശാരീരികമല്ല ജഡം സംബന്ധിച്ച് മരിച്ചിരുന്നെങ്കിൽ കേരളത്തിലെ സഭകളൊക്കെ നിറഞ്ഞു കവിഞ്ഞ് പുതിയ വലിയ ഹോളുകൾ പണിയേണ്ട കാലം കഴിഞ്ഞു. और परमेश्वर के दास ने मंडली में और चेतावनी वचन दिया है. एक एक मंडली में एक एक व्यक्ति स्वयं शारीरिक मृत्यु नहीं आत्मिक मृत्यु पाया तो एक एक मंडली में आत्मा आकर लोग आकर विश्वास करके
मंडली भरने देते हैं। പലതും മരിക്കാത്തത് കൊണ്ട് അത് അധികം വിളവുണ്ടാകുന്നില്ല. बहुत सारे लोग और शारीरिक अभिलाषाओं में मृत्यु नहीं पाता है, इसी कारण में फूलता नहीं, फैलता नहीं। 25-30 കുടുംബങ്ങൾ ഉണ്ടായിരുന്ന സഭകളിൽ 7-8-10 കുടുംബങ്ങളായി ചുരുങ്ങി. 30-35 परिवार एक मंडली में थे, आज के दिनों में 7-8 वो परिवार बच गया है। ഓർത്തഡോക്സ് പള്ളിയിൽ 300 കുടുംബം ഉണ്ടായിരുന്ന 400 ആയി. ऑर्थोडॉक्स नामधारी मंडली में 300 कुटुंब था, परिवार था, अभी 400 हो गया है। അത് ജനറേഷൻ കൊണ്ട് പെറ്റുവരികയാണ്. और परंपरागत में जन्म लेकर और भूला हुआ है। അവിടെങ്ങും അതേ ഹൈന്ദവ മാർഗത്തിൽ നിന്നോ മുസ്ലിം മാർഗത്തിൽ നിന്നോ ഒന്നും ആരും വരുന്നില്ല. और हिंदू धर्म से और मुस्लिम धर्म से कोई आया हुआ लोग नहीं है। അത് അവരുടെ കുടുംബങ്ങളിൽ തന്നെ പെറ്റുവരികയാണ്. उनका परिवार में से जन्म पाए हुए कुटुंब है। എന്നാൽ മുസ്ലിമിൽ നിന്നും ഹൈന്ദവ സഹോദരങ്ങളിൽ നിന്നും നാമധേയ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും അനേകർ കഴിഞ്ഞ നാളുകളിൽ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായി, ഈ മാർഗത്തിലേക്ക് കടന്നു വരുവാനിടയായി. मुस्लिम धर्म से, हिंदू धर्म से बहुत सारे लोग यीशु को ग्रहण कर बपतिस्मा लेकर और यीशु को अपनाकर पेंटेकोस्टल मंडलियों में भर्ती की थी। എങ്കിലും ഇപ്പോഴും ദൈവസഭകൾ ആത്മാക്കളില്ലാതെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. आज के दिनों में हम देखते हैं परमेश्वर की मंडलियों में अन्य आत्मा में आराधना करने के लिए और परिवार की गिनती कम हो जाते हैं। അതെ, എന്താ അതിന്റെ കാരണം? വിതയ്ക്കപ്പെട്ട ഞാനും നിങ്ങളും മരിച്ചിട്ടില്ല എന്നുള്ളതാ കാരണം. इसके कारण यही है, बोया हुआ ये बीज मरा हुआ नहीं है। നാം മരിച്ചാൽ പിന്നെ നമ്മളല്ല പ്രവർത്തിക്കുന്നത്, നമ്മളല്ല സംസാരിക്കുന്നത്, നമ്മളല്ല ജീവിക്കുന്നത്, കർത്താവാണ് നമ്മിൽ ജീവിക്കുന്നത്. हम मरा हुआ है तो अपने स्वयं, इसकी मान आत्मा में मर गया तो हम नहीं जीते हैं, हमारे में वास करते हैं पवित्र आत्मा जीते हैं। വായിച്ച കുറിവാക്യത്തിലേക്ക് വന്ന ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. और पढ़ा हुआ शीर्ष वचन की ओर आकर मैं समाप्त करना चाहता हूं। നീ വിതയ്ക്കുന്നത് ചത്തില്ലെങ്കിൽ ജീവിക്കുന്നില്ല. बोया हुआ बीज मरा नहीं है तो जीवित नहीं रहेंगे। ചത്തെങ്കിലോ, मर गया तो അധികം ഫലം കായ്ക്കുമെന്ന കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്. अधिक से अधिक फल ला सकते हैं, वो मसीह चेतावनी देता है। കർത്താവ് ആഗ്രഹിക്കുന്ന നിലകളിൽ ഞാൻ ചത്തിരുന്നെങ്കിൽ ഞാൻ മുഖാന്തരം അനേക ഫലങ്ങൾ ഉണ്ടായേനെ. मसीह चाहते हैं, वो चाहने के आधार पर मैं और अब मर गया तो बहुत सारे फल ला सकते हैं। അവിടെ പറയുകയാണ്, വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണിയത്ര വിതയ്ക്കുന്നത്. और वहां भर दिया है, और तू बोया हुआ बीज स्वयं ऐसा ही रहेगा तो कुछ फल नहीं ला सकते हैं, और मर जाएगा तो बहुत सारे फल ला सकते हैं। ആ വചനത്തിൽ അത്രയും വിശദീകരണം ഇല്ലെങ്കിലും ഒരു ദൂത് ഞാൻ കൈമാറാം. वो वचन में नहीं पाया जाता है तो भी मैं एक वचन आपकी ओर पहुंच देता है। വിതയ്ക്കപ്പെടുന്ന ഒരു മണി കിളിർത്ത് അതൊരു വൃക്ഷമായി മാറുന്നു. बीज भूमि पर गिरा तो और उगेगा तो एक वृक्ष की नाई बन जाते हैं।
ആയിരക്കണക്കിന് അതേ ഫലങ്ങൾ അല്ലെങ്കിൽ വേറെ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. बोया गया एक बीज उगया फल लाएगा तो बहुत सारे फल हजारों बीज उत्पन्न होता है. അങ്ങനെയെങ്കിൽ എന്നെ ആക്കി വെച്ചിടത്ത്, എന്നെ വിതച്ചിടത്ത് ഞാൻ മുഖാന്തരം ഞാൻ മരിച്ചാൽ ആയിരങ്ങൾ അതേ പുറത്തു വരുവാനിടയായി തീരും. प्यारो, ये संदेश आपकी ओर देता हूं. आपको जिन जगह पर ठहराया, नियुक्त किया, जो उगेगा तो हजारों लोग वहां पर खड़ा हो जाएगा. പക്ഷെ വിതയ്ക്കപ്പെട്ട നീ ചാകണം, നീ അനുഭവിക്കേണ്ട വേദനകൾ, കഷ്ടങ്ങൾ അനുഭവിക്കണം. അനുഭവിച്ചെങ്കിൽ മാത്രമേ വേറെ ഫലം പുറത്തു വരികയുള്ളൂ. चेतावनी यही देता है, बोया हुआ बीज उगेगा तो वो उसमें से फल आते हैं हजारों बीज की और बीज लाने की फल. നമ്മൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ മറ്റനേകരുടെ വിടുതലിന് കാരണമായി തീരും. मसीह के कारण कष्ट सहेगा तो, कष्ट की वेदना में गुजरेगा तो बहुत सारे लोगों को यीशु में ला सकते हैं. ഈ വിത്ത് വിതയ്ക്കപ്പെടുമ്പോൾ അതിനെ സഹായിക്കുവാനോ കൂടെ നിൽക്കുവാനോ ആരും ഉണ്ടായെന്ന് വരില്ല. ये बीज बोया जाता है, हमारा कष्ट वेदना संकट के समय हमारे साथीदारों जोड़ीदारों कोई किसी शायद हमारा सखी होकर रहेगा नहीं. വിതയ്ക്കപ്പെട്ട വിത്ത് തനിയെ അവിടെ കിടക്കുകയാണ്. वो बोया हुआ बीज अकेला भूमि पर है, ആരും അതിനെ സഹായിക്കാനില്ല. और किसी ने सहाय के लिए नहीं. പക്ഷേ ദൈവം അതിന് വേറൊരു ശരീരം കൊടുക്കുന്നു എന്ന് ദൈവത്തിന്റെ തിരുവെടുത്ത് ഓർപ്പിക്കുകയാണ്. एक वचन दिया देता है, मसीह ने दूसरा एक शरीर उन्हीं के लिए दिया देता है. ഈ പ്രഭാതത്തിൽ നീ ആയിരിക്കുന്നിടത്ത് അനുഭവിക്കുന്ന വേദനകളുടെ നടുവിൽ ഒരു പുതിയ അനുഭവം തരാൻ എന്റെ ദൈവം ശക്തനായ ദൈവമാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഈ പ്രഭാതത്തിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ये सुप्रभात में मैं आपको वाणी देता हूं, तू कहां पर है, कहां पर तुमको ठहराया है, वहां पर अनुभव करते हैं, वेदना संकट दुख भोगते हैं, लेकिन मसीह की वचन के आधार पर उसकी एक बदलाहट रूपांतर देने के लिए प्रभु तैयारी है. വിതയ്ക്കുന്നതിനെ കുറിച്ച് പറയുമ്പോ കർത്താവ് പറയാണ്, പറവകൾ വന്ന് കൊത്തി തിന്നെന്ന് വരാം, ചവിട്ടിപ്പോയെന്ന് വരാം, പിശാച് എടുത്തു കളഞ്ഞെന്ന് വരാമെന്ന്. बीज बोने के बारे में मसीह कहते हैं, किसी बीज चट्टान पर गिरा होगा और कांटे के बीच में गिर गया होगा और ऐसी विविध प्रकार की स्थानों में गिर गया होगा, लेकिन मिट्टी में गिरा हुआ है, फूलते फलते फल लेते हैं. ഈ പ്രഭാതത്തിൽ ചില ദൂതുകൾ പറയാൻ പരിശുദ്ധാത്മാവിനോട് പറയുന്നതോട് ഞാൻ പറയാം. ये सुप्रभात में आपकी ओर एक भविष्यवाणी पहुंचाने के लिए प्रभु की आत्मा मुझे चेतावनी देता है. നിന്നെ വിതച്ചത് ബോംബെയിലായിരിക്കാം, ഒറീസയിലായിരിക്കാം, മധ്യപ്രദേശിലായിരിക്കാം, യുപിയിലായിരിക്കാം. शायद हो आप बोया हुआ बीज मुंबई में होगा, उड़ीसा में होगा, राजस्थान में होगा, केरला में, विविध क्षेत्रों में बोया होगा. ആ വിതയ്ക്കപ്പെട്ട വിത്ത് അവിടെ തന്നെ ഫലം കായ്ക്കുവാനിടയായി തീരും. वो बोया हुआ बीज आपको कहां पर नियुक्त किया, ठहराया, वहां पर उगेगा. ആ വിതയ്ക്കപ്പെട്ട വിത്തിനെ തിന്നുകളയാൻ ചില ശക്തികളുണ്ട്, പക്ഷെ വിതച്ചവൻ അതിന് അനുവദിക്കയില്ല. ये बीज भूमि में गिरा तो उसको नाश करने के लिए शैतान की प्रेरणा शायद हो, लेकिन मसीह ने उनको अनुमति नहीं देंगे. നിന്നെ ചവിട്ടിക്കളയാൻ, നീ ആകുന്ന വിത്തിനെ ചവിട്ടിക്കളയാൻ ചില ശക്തികൾ എഴുന്നേറ്റെന്ന് വരാം,
പക്ഷെ സ്വർഗം അതിന് അനുവദിക്കത്തില്ല. बदल से उनको नाश करने के लिए कुछ दुर्शक्ति दुष्ट आत्मा काम किया करता होगा, लेकिन प्रभु ने अनुमति नहीं देगा. നിന്നെ ഞെരുക്കാൻ ചില മുള്ളുകൾ ഉണ്ടായെന്ന് വരാം, പക്ഷെ എന്നും ദൈവം അതിന് അനുവദിക്കത്തില്ല. तुम्हें वो ऐसा पीड़ित करने के लिए कांटे की नाई शैतानी काम किया होगा, लेकिन प्रभु ने अनुमति नहीं देगा. വചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയാം, ഒരുപക്ഷെ നീ 100% ആഗ്രഹിച്ചത് 100, 60, 30 എന്ന് വന്നെന്ന് വരാം, പക്ഷെ സ്ഥിതി മാറ്റാൻ ദൈവശക്തനാ. आप बोया हुआ वचन 100, 60, 30 गुना तक आया होगा, लेकिन नाश होने के लिए प्रभु अनुमति नहीं देते. എനിക്ക് ഈ ദൂത് പറയാൻ ആത്മാവെന്നെ ആഴത്തിൽ പ്രേരിപ്പിക്കുന്നുണ്ടാ ഞാൻ പറയുന്നത്. परमेश्वर के दास के हृदय में परमेश्वर की आत्मा इतना जागृति प्रेरणा देता है, इसी कारण में ये वचन देता है. 2 ഭാഗങ്ങളിൽ തിരുവെഴുത്ത് പറയുന്നുണ്ട്. ഒന്ന് 100, 60, 30 എന്നാണ്. दो वचन के अंदर 2 भागों में 2 रीति पर गिनती दिया गया है, 100, 60, 30. ഈ നിലകളിലുള്ള ചലനത്തിനകത്തുണ്ട്. ऐसे प्रकार की रोग ये प्लेटफॉर्म में है. 100 ആരംഭിച്ചത്, അത് 60 വന്നു, അത് 30 വന്നു. 100 में शुरू किया और 60 में आया और 30 में वापस आया. എന്നാൽ ദൈവം സ്ഥിതി മാറ്റിയാൽ 30 വീണ്ടും 60-ലും 100-ലും കൊണ്ടെത്തിക്കാൻ നാം സേവിക്കുന്ന ദൈവശക്തനാണ്. स्थिति को बदलाहट डालेगा तो 30 से 60, 60 से 100 में लाने के लिए प्रभु चाहते हैं. നിന്നെ ഞെരുക്കുന്ന മുള്ളിനെ മാറ്റിയിട്ട് तुम्हें धक्का देते हैं, पीसते हैं, जो कांटे को हटाकर. ഈ മുള്ളാണ് നിന്നെ 100, 60 കൊണ്ടുവന്നത്. ये कांटे हैं 100 में से 60, 60 से 30 तक लाया है. ഈ മുള്ളാണ് നിന്നെ 60 30 കൊണ്ടുവന്നത്. ये कांटे हैं 60 से 30 पर लाया है. എന്നാൽ ദൈവം ആ മുള്ളിനെ മാറ്റിയാൽ നീ 30, 60 വരും. 60 100 വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഈ പ്രഭാതത്തിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. सीधी मसीने बदलाहट में लाएगा तो 30 से 60 पर, 60 से 100 पर लाने के लिए हमारा मसीह की आत्मा जागृति में है. ഈ പ്രഭാതത്തിൽ എത്ര പേർ വിശ്വസിക്കുന്നു, എന്റെ ദൈവം ഞാനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു പുതിയ അനുഭവത്തിലേക്ക് എന്നെ കൊണ്ടുവരുമെന്ന്? मैं विश्वास के आधार पर झंडा पकड़ते हैं. मसीह ने आजकल की ये स्थिति को बदलाहट में लाएंगे. എന്ത് ഞാൻ 30 കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. हर समय 30 में रहने के लिए अनुमति नहीं देते हैं. എന്ന് ഞാൻ 60 കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. हर समय 60 में रहने के लिए नहीं देते हैं. 100% വിളയത്തക്ക നിലകളിൽ എന്റെ സ്ഥിതി മാറ്റുമെന്ന് ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. 100% तक उठाने के लिए, हमारा स्थिति को बदलाहट में लाने के लिए प्रभु की आत्मा काम कार्य किया करेगा. मैं 100% से विश्वास करता है. നിന്നെ വിതച്ചെടുത്ത് നീ വളരാതിരിക്കാൻ പറവകളും അതേ ചവിട്ടിക്കളയുന്ന ശക്തികളും ദുഷ്ടനുമൊക്കെ വന്നാലും ദൈവം നിന്നെ അവിടെ തന്നെ നിലനിർത്തും. बोया हुआ बीज को पक्षियों आकर उठाने के लिए और पग से दबाकर उसको उगाने के लिए अनुमति नहीं देते हैं. ऐसी हाल में हमारा मसीह की आत्मा हमें उठा लिया जाएगा, मसीह के लिए काम किया करने देता है. അവിടെ തന്നെ ദൈവം നിന്നെ മാനിക്കും. 100% വിളവ് നിന്നിൽ കൂടെ ദൈവം ആ ദേശത്ത് വെളിപ്പെടുത്തും. वही स्थान में मसीह ने हाथ में लेकर इस्तेमाल करेंगे और 100% फल लाने के लिए प्रभु ने उपयोग करेंगे.
കാരണം നീ അവിടെ ചത്തുകൊണ്ടിരിക്കുക, ദൈവത്തിന് ഫലം പുറപ്പെടുവിക്കാതിരിക്കാൻ കഴിയത്തില്ല. और हम एक एक दिनम प्रति हम मृत्यु पाते हैं। प्रभु ने हमें भले प्रतिफल देने के लिए देरी रख नहीं सकते हैं। എവിടെ നീ ആയിരിക്കുന്നുവോ അവിടെ തന്നെ ദൈവം നിന്നെ മാനിക്കാനിടയായിത്തീരും. आपको कहां पर ठहराया, नियुक्त किया, वहां पर प्रभु ने तुम्हें आदर करेंगे। വിതയ്ക്കുന്നിടത്ത് നീ ചത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. बोया हुआ जमीन में दिनम प्रति मृत्यु पाते होते हैं। നിന്നെ കൊണ്ട് ദൈവത്തിന് ഒരു പുതിയ ശരീരം തന്ന് ഒരു പുതിയ ഫലം തന്ന് മാനിക്കാൻ പദ്ധതിയുള്ളത് കൊണ്ടാ നീ ചത്തുകൊണ്ടിരിക്കുന്നത്. एक एक दिन में दिनम प्रति मृत्यु पाते हैं। इसी कारण में फल लाने के लिए प्रभु आपको हाथ में लेकर इस्तेमाल करते हैं। ശാരീരികമായി മാനസികമായി പ്രയാസപ്പെടുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന് നിന്നിൽ കൂടെ ഒരു വലിയ പദ്ധതിയുണ്ട്. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുക. और शरीर में पीड़ित होते हैं और आर्थिक बातों में, आत्मा में हम दुखित खेदित है। प्रभु को योजना है, प्रभु ने हाथ में लेकर इस्तेमाल करने का समय निकट आ पहुंचा है। വിതയ്ക്കുന്നത് ചത്തത് കൊണ്ടാണ്, സ്തോത്രം, അത് പുതിയ ജീവൻ വെളിപ്പെടുന്നത്. बोया हुआ बीज मरा है, इसी कारण में वह फल लाते हैं। ദൈവം അതിന് പ്രത്യേക ശരീരം, പുതിയൊരു ശരീരം നൽകുന്നു എന്ന് അടുത്ത വാക്യങ്ങൾ പറയുന്നു. और आगे वचन में यही दिया है, मसीह ने दूसरा एक शरीर उनको देता है। ഈ പ്രഭാതത്തിൽ കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ച വേദനകൾ കരുതി വരുത്തി ഒരു പുതിയ അനുഭവം തരാൻ ദൈവശക്തനാണ്. और आज सुबह ही समय बीते दिनों में बोया हुआ बीज उगने का और 100 गुण तक प्रतिफल के साथ जहां पर आपको नियुक्त किया वहां से उठाने के लिए पवित्र आत्मा चाहते हैं। ആക്കി വെച്ചെടുത്ത് വിശ്വസ്തയോടെ നിൽക്കാൻ മാനിക്കാൻ ദൈവശക്തനാണ്. ठहराया हुआ सार में विश्वास से योग्य रहे। प्रभु ने आपको हाथ में लेकर इस्तेमाल करने का समय निकट है। ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. സമയം അനുവദിച്ച ദൈവദാസന്മാരോട് നന്ദി പറയുന്നു. കർത്താവ് ധാരാളമായി നമ്മെ അനുഗ്രഹിക്കട്ടെ. ये वचनों से प्रभु परमेश्वर आपको आशीर्वाद करे। ऐसी वह समय दिया, परमेश्वर को, दासों को मैं आदर के साथ प्रणाम करता हूं।